ഭാരതേ യഹ തു വിജ്ഞാനവാൻ ഭവതി യുക്തേന മനസാ തഥാ തസ്യ ഇന്ദ്രിയാണി വശ്യാനി സദശ്വാഹ ഇവ സാരഥേ. യഹ തു ഏതൊരു മനുഷ്യനാണോ വിജ്ഞാനവാൻ യുക്തേന മനസാ സദാ യുക്തേന മനസാ വിജ്ഞാനവാൻ ഭവതി, ഏതൊരു മനുഷ്യനാണോ എപ്പോഴും യുക്തം നിയന്ത്രിക്കപ്പെട്ടതെന്നർത്ഥം. യുജിതി യോഗേ അല്ലെങ്കിൽ യുജ സമാധവും എന്നർത്ഥം. അപ്പൊ യുക്തം സമാഹിതമായി ഏകാഗ്രമായ മനസ്സോടുകൂടി ഇരിക്കുന്നത് ഏതൊരു മനുഷ്യനാണോ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് എപ്പോഴും ഇരിക്കുന്നത് മാത്രമോ വിജ്ഞാനവാൻ, അവന് ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ചും മാർഗസ്ഥാനത്തെക്കുറിച്ചും നല്ല നല്ല ബോധവും ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും കൊണ്ട് വിവേകം, വൈരാഗ്യം, സമാധിശൽത്വം, മുമുക്ഷുത്വം ഇങ്ങനെ സാധനചതുഷ്ടയ സമ്പത്ത് സമ്പാദിച്ചിരിക്കണമെന്ന്. വിവേകം എന്ന് പറഞ്ഞാൽ സത്യമിന്നത് അസത്യമിന്നത് എന്ന് വേർതിരിച്ചറിയുകയാണ് വിവേകം. സത്യം ഒരിക്കലും മാറ്റമില്ലാതെ എപ്പോഴും ഒരേ വടിവിൽ പ്രകാശിക്കുന്ന ആത്മചൈതന്യം അഥവാ ഈശ്വരൻ. അസത്യം എന്ന് വെച്ചാൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം. ഇങ്ങനെ നിത്യമായ ഈശ്വരനെ കുറിച്ചുള്ള ബോധമുണ്ടാകുക, അസത്യമായ വിഷയങ്ങളെക്കുറിച്ച് ബോധിച്ച് അവ നമുക്ക് ശാശ്വത ശാന്തി നൽകുന്നതല്ലെന്ന് വിചാരിച്ച് അവയിൽ സക്രിയില്ലാതിരിക്കുക. അപ്പൊ വിവേകം. വൈരാഗ്യം എന്ന് പറയുന്നത് അതാ. വൈരാഗ്യം വിരക്തന്റെ ഭാവം. വിരക്തം ആസക്തിയില്ലായ്മ, വേഗം വൈരാഗ്യം. ഇത് നേടണമെങ്കിലോ ശമം, ദമം, ഉപരതി, തിതിഷ്ഠ, ശ്രദ്ധ, സമാധാനം ഇങ്ങനെ 6 തരത്തിലുള്ള സാധന സമ്പത്ത് നമുക്കുണ്ടായിരിക്കണം. അപ്പൊ ശമം, ദമം, മനോനിയന്ത്രണം ഉണ്ടായിരിക്കണം, ഇന്ദ്രിയ നിയന്ത്രണം ഉണ്ടായിരിക്കണം. ശമം, ദമം, ഉപരതി. ഉപരതി എന്ന് വെച്ചാൽ വിഷയങ്ങൾ, ബാഹ്യവിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ ഉള്ളിലേക്ക് വലിക്കുക, ഉപരതി. തിതിഷ്ഠ, സുഖദുഃഖങ്ങൾ സഹിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കുക. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നിടം വരെ ഞാൻ ഇതിൽ നിന്ന് പിന്തിരിയുക എന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കുക. ശ്രദ്ധ, ശാസ്ത്രത്തിലും ഗുരുവിലും വിശ്വാസം ഉണ്ടായിരിക്കുക. തന്നിലും ശാസ്ത്രത്തിലും ഗുരുവിലും വിശ്വാസം ഉണ്ടായിരിക്കുക. സമാധാനം, ഏകാഗ്രത. ഇത്രയുമാണ് പിന്നെ മുമുക്ഷുത്വം, മോക്ഷം വേണമെന്നുള്ള ആഗ്രഹം. ഈ സംസാരം ദുഃഖകരമാണെന്ന് നമുക്ക് തോന്നുന്നു. ഇതിൽ നിന്നൊരു മോചനം വേണം എന്നുള്ള തീവ്രമായ വിചാരം നമുക്കുണ്ടാകണം. അങ്ങനെ സാധനചതുഷ്ടയ സമ്പന്നനായിരിക്കണം. അങ്ങനെയുള്ള മനുഷ്യനാണ് യുക്തേന മനസാ വിജ്ഞാനവാൻ. ഏതൊരു മനുഷ്യനാണോ മനോനിയന്ത്രണത്തോടും ഇന്ദ്രിയ മനോനിയന്ത്രണത്തോടുകൂടി ലക്ഷ്യസ്ഥാനത്തെപ്പറ്റിയും മാർഗത്തെപ്പറ്റിയും നല്ല അറിവുള്ളവൻ. തസ്യ ഇന്ദ്രിയാണി വശ്യാനി, അവൻ ഇന്ദ്രിയങ്ങൾ വശ്യങ്ങളാണ്. അവൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. വിവേകമുള്ള ഒരു മനുഷ്യന് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. എന്തെന്നാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക്, ഇന്ദ്രിയങ്ങൾ ഇവിടെ പറഞ്ഞപ്പോൾ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും രണ്ടായിട്ട് എടുത്തുകൊള്ളണം. വെളിയിലുള്ള വിഷയങ്ങളെ ഉള്ളിലേക്ക്, വിഷയങ്ങളെക്കുറിച്ചുള്ള ബോധം ഉള്ളിലേക്ക് കൊടുക്കാനുള്ള സാധനയാണ് ജ്ഞാനേന്ദ്രിയം. ഉള്ളിലുള്ള ആശയങ്ങളെ പുറമേ പ്രകടിപ്പിക്കുന്നതാണ് കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. ഒരു അമ്പലത്തിൻ്റെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഒന്നമ്പരം ഒരു പനിനീർ പുഷ്പം അവിടെ നിൽക്കുന്നു. കണ്ണത് കണ്ടു. കണ്ണ് ആ പനിനീർ പൂവിൻ്റെ ബോധം കണ്ണിൽ ആ സൂചനയിൽ കൂടി നമ്മുടെ സിരകൾ വഴി തലച്ചോറുകൾ വഴി എത്തിക്കഴിഞ്ഞ ഉടനെ ആത്മാവിന് ഇച്ഛ ഉണ്ടായി, അതൊന്ന് കിട്ടിയാൽ കൊള്ളാം, അതൊരു കൊതി. ഉടനെ തന്നെ ആത്മാവത് മനസ്സിന് കൊടുത്തു, ബുദ്ധിയിൽ കൊടുത്തു, മനസ്സിൽ കൊടുത്ത്, മനസ്സ് സിരകൾ വഴി ഇന്ദ്രിയങ്ങൾ കൊടുത്തുടനെ അങ്ങോട്ട് ചെന്ന് കൈ നീട്ടി ആ പൂ ഇങ്ങോട്ട് പറിക്കാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ കഥകക്കാരൻ ശകാരിച്ചുകൊണ്ട് ഒരു വടിയുമായിട്ട് ചാടി. അതായത് ഭഗവാന് നിവേദിക്കാനുള്ളതാണ്, നിനക്ക് നിവേദിക്കാനുള്ളതല്ല, നിനക്ക് വേറെ വല്ലതും നിവേദിക്കരുതോ എന്ന് പറയുമ്പോഴാണ് നീ എട്ടുന്നത്. അപ്പോൾ ആദ്യം ഇന്ദ്രിയം ഒന്ന് കാണിച്ചു കൊടുത്തു. ഉടനെ തന്നെ മനസ്സത് ബുദ്ധിയിലേക്ക്, ബുദ്ധി വഴി ആത്മാവിൽ ചെന്നപ്പോൾ ആത്മാവിന് ഇയാളുടെ റിപ്പോർട്ടറുണ്ടായിരുന്നു, അവൻ നല്ലതല്ലാത്ത കൊണ്ട് കൊള്ളാം തിരുമേനിക്ക്. ഉടനെ തന്നെ തിരി ഇങ്ങോട്ട് ഇങ്ങനെ ആകുമ്പോഴാണ് ഈ വിവരം ഉണ്ടാകുന്നത്. നേരെ മറിച്ച് ഇന്ദ്രിയം ആ റോസപ്പൂവിനെ കുറിച്ചുള്ള ഒരു സൂചന മനസ്സ് വഴി ബുദ്ധിയിൽ ഏൽപ്പിച്ചപ്പോൾ ബുദ്ധി പറയുകയാണ്, ഈ ദേവൻ നിവേദിക്കാനുള്ളതാണ്, നമുക്ക് നിവേദിക്കാനുള്ളതല്ല, പൂജിക്കാനുള്ളതല്ല എന്ന് വിവേകപൂർവം തന്നെ ബുദ്ധി ഉപദേശിച്ചു കഴിഞ്ഞാൽ മനസ്സ് ആ ഇന്ദ്രിയത്തെ നിയന്ത്രിക്കുകയും ഇന്ദ്രിയം അങ്ങോട്ട് പോകാതിരിക്കുകയും ചെയ്യും. പിന്നെ പ്രവർത്തിക്കാനുള്ള കഴിവ് ഇല്ലാതാകും. ഇങ്ങനെ വിവേകപൂർവം വേണം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ. അല്ലാതെ കണ്ണൊരു രൂപം കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ കണ്ണങ്ങ് കുത്തിപ്പൊട്ടിക്കുക. ഇന്ദ്രിയനിക്കാവും. ചെവി
ഉടനെ ചെവി ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ബന്ധമുണ്ടാകുമെന്ന് കാര്യം ചെവി പൊട്ടിക്കുക. അതൊന്നും അല്ല ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറയുന്നത്. ഇന്ദ്രിയ നിയമം വിവേകപൂർവ്വം നിയന്ത്രിക്കുക, അതാണ് ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറയുന്നത്. അങ്ങനെ ലക്ഷ്യത്തെപ്പറ്റിയും മാർഗത്തെപ്പറ്റിയും നല്ലതുപോലെ ബോധമുള്ള മനോനിയന്ത്രണമുള്ള ഒരാളുടെ ഇന്ദ്രിയങ്ങളാകട്ടെ, അയാളെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ അയാൾക്ക് സാധിക്കും. സദശ്വായുവ സാരഥേ, നല്ല പരുവവും പഴക്കവും ചേർന്ന കുതിരകളെ നിയന്ത്രിക്കാൻ തേരാളിക്ക് എപ്രകാരം പ്രയാസമില്ലാതെ ഇരിക്കുമോ, വശത്താക്കാൻ കഴിയുമോ, അതുപോലെ ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ചും മാർഗസ്ഥാനത്തെക്കുറിച്ചും അറിവുള്ളവനും മനോനിയന്ത്രണം ഉള്ളവനുമായ ഒരു സാധകന് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ യാതൊരു വിഷവുമില്ല. ഇന്ദ്രിയങ്ങൾ തനിയെ പോകും.